ബിഗ് ബോസിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് ദിലീപേട്ടൻ ഹൗസിനുള്ളിലേക്ക് കയറുന്നതാണ്. ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റി ഏരിയയിലാണെന്ന് തോന്നുന്നു. ആ ഒരു ഡോർ തുറന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രൊമോയിൽ. ശേഷം ദിലീപ് പറയുന്നുണ്ട്, ഇതുപോലെ ഇനിയും എൻ്റെ കുറവും കൂടെ ഇതിൽ കൊള്ളായിരുന്നുവെന്ന് ജനങ്ങൾ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ദിലീപ് ഒരു തമാശക്കാരനായതുകൊണ്ട് തന്നെ പല ഫലിതങ്ങളും പറഞ്ഞ് ഇവരെ ചിരിപ്പിക്കും. പല ആൾക്കാരെയും കുറിച്ചും ചോദിക്കുന്നുണ്ട്, പോയവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസിലുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ദിലീപേട്ടനെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് ദിലീപേട്ടനെ കൊണ്ടുവന്ന് ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. മുൻ സീസണിലൊന്നും ഇങ്ങനെ സിനിമ നടിമാരെ ഒന്നും കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. കമൽഹാസനൊക്കെ വന്നിട്ട് ലാലേട്ടൻ നിൽക്കുന്ന അവിടെ മാത്രമേ നിന്നിട്ടുള്ളൂ. ലാലേട്ടൻ മാത്രമാണ് സാധാരണ അകത്ത് കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു നേരത്തെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പ്രൊമോയിൽ കാണിച്ച അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ജാസ്മിനും അൻസിബയും തമ്മിലുള്ള ഫൈറ്റാണ്. അതായത് അൻസിബയുടെ ടീമാണ് ജാസ്മിൻ പക്ഷേ കിച്ചണിലൊന്നും വരുന്നില്ല, ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോലും വരുന്നില്ല. അത് തുടക്കമിട്ടിട്ടായിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം. അൻസിബയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ജാസ്മിനാണ് ഗബ്രിയുടെ ഒപ്പം കറങ്ങി നടക്കുന്നു കയ്യെ പിടിച്ച്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു അൻസിബ ചോദ്യം ചെയ്തതായിരിക്കും. ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ഈ ഒരു പ്രൊമോയിൽ എന്തായാലും കാണുന്നുണ്ട്. ശേഷം വരുന്നത് നോറയാണ്. നോറയെ കാണിക്കുന്നുണ്ട്. നോറ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് ചൂടാവുന്നു, ജാസ്മിൻ്റെ അടുത്ത് ഉടക്കുന്നു. അത് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും നോറ എനിക്ക് തോന്നുന്നു പുതിയൊരു ഗെയിം അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് എന്തോ ഒരു വിഷയത്തിൽ തർക്കിക്കുന്നതായിരിക്കാം. എന്തായാലും ഈ ഒരു 3 കാര്യങ്ങളാണ് പ്രൊമോയിൽ പ്രധാനമായിട്ടും കാണിച്ചത്. ദിലീപേട്ടൻ വരുമ്പം കുറച്ചൊക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.